Hi students, Apple Bay Academy video class like എല്ലാവർക്കും സ്വാഗതം. So നമ്മൾ കൊമേഴ്സിന്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സീരീസിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ഓരോ യൂണിറ്റ്സിലെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതാത്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. അതായത് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന 6 വീഡിയോസ് ആണ് നമുക്കുള്ളത്. സോ 6 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണിവ. കോപ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. സോ എന്നാണ്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും ആക്ട് എന്നാണ് പാസ് ചെയ്തത്, എന്നാണ് ആക്ട് നിലവിൽ വന്നത്, ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ദെൻ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. കമ്പനീസ് ആക്ട് 2013 ഫോളോ ചെയ്തു തുടങ്ങിയതിൽ പിന്നെ CSR ആക്ടിവിറ്റിയിലുള്ള ധാരാളം പ്രാമുഖ്യം അതിൽ തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്ര ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ നമുക്കറിയാം കുറച്ച് കണ്ടീഷൻസുകൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനീസ് എല്ലാം നിർബന്ധമായിട്ടും 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ CSR ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട മോഡൽസുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ IMF ആൻഡ് വേൾഡ് ബാങ്ക്. സോ നമുക്കറിയാം ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് IMF അല്ലെങ്കിൽ IBRD രൂപീകരിക്കപ്പെട്ടത്. സോ അതെന്ന് രൂപീകരിക്കപ്പെട്ടു, അതുപോലെ ഇതിന്റെ മെയിൻ പേർപ്പസ് എന്തായിരുന്നു, ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. ഓരോ തിയറീസും അതാര് പ്രൊപ്പോൺ ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി ചോദിച്ച് കാണാറുണ്ട് ഈ ഏരിയയിൽ നിന്ന്. അതുപോലെ ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ തിയറീസും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ട്രേഡ് എഗ്രിമെന്റ്സുകളുണ്ട്, നാഫ്ത, സാർക്ക് പോലെയുള്ള എഗ്രിമെന്റുകളുണ്ട്. സോ ആ എഗ്രിമെന്റുകളെ കുറിച്ച്, ആ എഗ്രിമെന്റിൽ വരുന്ന മെമ്പേഴ്സ്, അതെന്ന് രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ WTO ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, WTOയുടെ മെമ്പർ അല്ലാത്ത കൺട്രീസ് ഏതാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ BOP ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. സോ ബാലൻസ് ഓഫ് പേയ്മെന്റിലേക്ക് വരുമ്പോൾ കറണ്ട് അക്കൗണ്ടിലെ ഐറ്റംസ് ഏതാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഐറ്റംസ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒരു ജേക്കർ ഇഫക്റ്റ് ചോദിച്ചിരുന്നു. സോ അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഒരു ബെറ്റർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് കോപ്ര, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ദാറ്റ് വാസ് ഇൻ 2019 ഈ ഒരു ആക്ട് പാസ് ചെയ്തിരുന്നത്. ബട്ട് എന്നാണ് അത് നിലവിൽ വന്നത്? came into force on July 20, 2020. സോ എന്ന ആക്ട് പാസ് ചെയ്തു, എന്ന ആക്ട് നിലവിൽ വന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ നമ്മളിതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൂടി ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിരുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ധാരാളമായി പ്രൊഡ്യൂസേഴ്സ്, മാനുഫാക്ചേഴ്സ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവർക്ക് ഇവരുടെ റൈറ്റ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ട് വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആയിരുന്നു. പക്ഷെ നമുക്കറിയാം അതിനുശേഷം ധാരാളം മാറ്റങ്ങൾ വന്നു, അല്ലേ? സോ ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്നത്. സോ 2019 വന്നപ്പോൾ കൊമേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്കറിയാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഓൺലൈൻ പർച്ചേസുകൾ ധാരാളമായി കൂടുന്ന ഒരു കാലഘട്ടമാണ്. സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോപ്ര 2019 നിലവിൽ വന്നത്. ഓക്കെ, so its main purpose is to protect the consumer from exploitation that business practice to make profit, which in turn harm the well-being of the കൺസ്യൂമർ ആൻഡ് സൊസൈറ്റി. സോ പ്രൊഡ്യൂസേഴ്സ് ഇവർക്കൊരു റൈറ്റ്സ്, ഇവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടൊരു നിയമം ഇവിടെ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ ധാരാളമായിട്ട് ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു ആക്ട് വേണം, അവരുടെ റൈറ്റ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്ട് വേണം, അവരുടെ അവകാശങ്ങളെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ട് വേണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. സോ ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് അഗെയിൻസ്റ്റ് ഡിഫക്റ്റീവ് ഗുഡ്സ്, unsatisfactory services, unfair trade practices. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ അവർക്ക് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
അപ്പോൾ ഈ ഒരു ആക്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന 1986 ഉണ്ടായിരുന്ന ആക്ടിനേക്കാളും കുറച്ചുകൂടി ടൈറ്റൻ ചെയ്തു റൂൾസുകളൊക്കെ. കുറച്ചുകൂടെ കൺസ്യൂമേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സുകളെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിക്കായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെൻട്രൽ റെഗുലേറ്ററെ കൂടി നിയമിച്ചു. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫോറം അതിനപ്പുറം ഒരു സെൻട്രൽ റെഗുലേറ്ററെ കൂടി നമ്മൾ ഫോമുലേറ്റ് ചെയ്തു. കോപ്ര 2019 ഭാഗമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്യൂട്ട്സുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻട്രൽ റെഗുലേറ്ററെ കൂടി നിയമിച്ചു എന്നുള്ളതാണ്. ആൻഡ് അഡീഷണൽ ആയിട്ട് പിന്നെ എന്തൊക്കെ വന്നു? സ്ട്രിക്റ്റ് പെനാൽറ്റീസ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഇ-കൊമേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് സർവീസ് പ്രൊവൈഡേഴ്സ് ആർ സം ഓഫ് ദ കീ ഹൈലൈറ്റ്സ്. സോ നമ്മൾ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കമ്പയർ ചെയ്യുമ്പോൾ 2019 വരുമ്പോൾ അതിനുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്ന മെയിൻ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ കൊടുത്താൽ ഉണ്ടാകാവുന്ന പെനാൽറ്റി, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെനാൽറ്റീസുകൾ അവിടെ ഇംപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് സൈറ്റ്സുകളെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സൈറ്റ്സുകളിൽ നിന്നും നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് അവിടെയും നമ്മൾ കൺസ്യൂമേഴ്സ് തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ. സോ അത് തൊട്ട് മുമ്പുണ്ടായിരുന്ന 1986 ആക്ടിൽ ഇ-കൊമേഴ്സ് സൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ബട്ട് 2019 ആക്ടിൽ ഈ ഇ-കൊമേഴ്സ് സൈറ്റ്സ് കൂടി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഒരു 3 ടയർ സിസ്റ്റം ആണുള്ളത്. അതേ 3 ടയർ സിസ്റ്റം തന്നെയാണ് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഡിഫറൻസ് വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എമൗണ്ടിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ എത്ര എമൗണ്ട് വരെയുള്ള കേസുകളാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിലേക്ക് പോവുക, നാഷണൽ ഫോറത്തിലേക്ക് പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ചേഞ്ചസ് വന്നു 2019 വന്ന ആക്ടിൽ. സോ ഈ 3 ടയർ മെക്കാനിസം ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡിസ്പ്യൂട്ട്സുകളെ റിഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു അതിൻ്റെ മെയിൻ പർപ്പസ്. നമുക്കറിയാം പല ഡിഫറെൻറ്റ് റൈറ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്റാണ്, ഒരു കൺസ്യൂമറിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. സോ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ ആ അവകാശം അവരെങ്ങനെയാണ് നടപ്പിലാക്കുക? through 3 tier mechanism. So these are district forum at district, state consumer dispute redressal commission in states, and national consumer dispute redressal commission at the central level. Okay, so ഒരു simple ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ പറയാം district forum, state commission and national commission. So ഒരു 3 tier mechanism ആണ് ഫോളോ ചെയ്തിരുന്നത്, and which includes district, state and നാഷണൽ ലെവൽ. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഒരു കോമ്പോസിഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഓരോ ഫോറത്തിലെയും കോമ്പോസിഷനിലേക്ക് വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ നിർബന്ധമായിട്ടും ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. ആൻഡ് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിക്കേ. എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ ഓർ ഈസ് ക്വാളിഫൈഡ് ടു ബി എ ഡിസ്ട്രിക്ട് ജഡ്ജ്. സോ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയോ, അല്ലെങ്കിൽ പ്രസന്റ്ലി ജഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയോ ആണ് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ആകേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹിസ് ക്വാളിഫിക്കേഷൻ. സോ പ്രസിഡന്റ് ആരാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദെൻ അതല്ലാതെ 2 മെമ്പേഴ്സ് കൂടിയുണ്ട്, 2 other members, one of whom shall be women. ഇതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം, 2 പേരുണ്ടായിരിക്കണം. ഇതല്ലാതെ ആ 2-ൽ ഒരാളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആയിരിക്കണം. ആൻഡ് ഈ മെമ്പേഴ്സിന് കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം. എല്ലാവർക്കും മെമ്പേഴ്സ് ആകാനായിട്ട് സാധിക്കില്ല. സോ ആ ക്വാളിഫിക്കേഷൻസ് എല്ലാ ഫോറത്തിലും ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഡിസ്ട്രിക്ട് ഫോറത്തിന് മാത്രമല്ല, നാഷണലിനും അതുപോലെ സ്റ്റേറ്റ് ഫോറത്തിനും ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നോക്കുക. വിച്ച് ഇസ് നോട്ട് ലെസ് ദാൻ 35 years of age. സോ മിനിമം 35 വയസ്സെങ്കിലും ഉള്ള ആൾക്ക് ഈ ഫോറത്തിൻ്റെ മെമ്പർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ദെൻ പോസസ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ഡിഗ്രി എങ്കിലും ഉള്ള വ്യക്തിയായിരിക്കണം. Then be specialized in economics, law, commerce, public affairs or other related areas. So ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഏരിയാസിൽ ഒരു മിനിമം ഇയർ ഓഫ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ മെമ്പേഴ്സ് ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ എന്നല്ല, ഏത് ഫോറത്തിൻ്റെ ആണെങ്കിലും മിനിമം മെമ്പേഴ്സിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന 35 yearsൽ കുറയാനായിട്ട് പാടില്ല. അതായത് മിനിമം 35 years എങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ
മിനിമം ഈ പറയുന്ന ഇക്കണോമിക്സ്, കൊമേഴ്സ്, പബ്ലിക് അഫയേഴ്സ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയുമായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിബന്ധന. രണ്ടാമത്തെ ടയർ, സെക്കൻഡ് ടയർ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് കമ്മീഷനാണ്. സോ സ്റ്റേറ്റ് കമ്മീഷനിലും ഇവിടെയും ഒരു പ്രസിഡന്റ് വേണം. ആൻഡ് ഇവിടുത്തെ പ്രസിഡന്റിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ ഇവിടെ ഹൈക്കോർട്ട് ജഡ്ജിനെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എവിടെ? സ്റ്റേറ്റ് കമ്മീഷനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഹൈക്കോർട്ട് ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ട് ജഡ്ജ് ആയിരുന്ന വ്യക്തിയോ ആയിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിസ്ട്രിക്ട് ഫോറത്തിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിലെ പ്രസിഡന്റ് ആരാണ്? ഇറ്റ് എ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഓക്കെ, സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് വരുമ്പോൾ വിച്ച് ഇസ് റിലേറ്റഡ് ടു എ ഹൈക്കോർട്ട് ജഡ്ജ്. Again, not less than 2 members and one of whom shall be women. So ഇതും ഒരു എല്ലായിടത്തും ഉള്ളൊരു കണ്ടീഷനാണ്. ഇതിൽ ഒരാൾ, മെമ്പേഴ്സിൽ ഒരാൾ നിർബന്ധമായിട്ടും സ്ത്രീ ആയിരിക്കണം എന്നുള്ളതും ഇവിടുത്തെ നിബന്ധനയാണ്. ആൻഡ് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. മിനിമം 35 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ദെൻ ഈ പറയുന്ന കൊമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് അഫയേഴ്സ് പോലെയുള്ള കാര്യങ്ങളിൽ മിനിമം ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഈ ഒരു ഫോറത്തിൻ്റെ മെമ്പർ ആകാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഫോറത്തിൻ്റെ മെമ്പർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ഫൈനലി വി ഹാവ് നാഷണൽ കമ്മീഷൻ. സോ നാഷണൽ കമ്മീഷനിലും നമുക്ക് പ്രസിഡന്റ് വേണം. ആൻഡ് എന്താണ് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ? ഇറ്റ്സ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ട് ജഡ്ജാണ് നാഷണൽ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയായിരിക്കും നാഷണൽ കമ്മീഷന്റെ ഹെഡായിട്ട്, പ്രസിഡന്റ് ആയിട്ട് വരിക. ആൻഡ് നോട്ട് ലെസ് ദാൻ 4 members. ആൻഡ് അഗെയിൻ ഇതിലും ഒരാൾ നിർബന്ധമായിട്ടും ആരായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. ആൻഡ് നോട്ട് മോർ ദാൻ 4 as may be prescribed and one of whom shall be women who shall have the qualification namely. ഇനി ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്? നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ 3 പോയിന്റ്സ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ ഈ 3 ടയർ മെക്കാനിസം ആണെന്നുള്ളതും ആ 3 ടയർ വേണ്ട, അല്ലെങ്കിൽ ആ ഓരോ ഫോറത്തിലും വേണ്ടുന്ന മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ആൻഡ് ഇനി നമ്മൾ റിഡ്രസൽ മെക്കാനിസത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എത്ര എമൗണ്ടിൻ്റെ വരെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു എമൗണ്ടിൻ്റെ ഇഷ്യൂ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേസ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന് ഇഷ്യൂ വന്ന ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോസ്റ്റ്, അതിൻ്റെ മൂല്യത്തെ കണക്കാക്കണം. ആ മൂല്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഏത് ഫോറത്തിനെയാണ് അല്ലെങ്കിൽ ഏത് ഫോറത്തിലാണ് നമ്മൾ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സോ ഇഫ് the value of goods and services is up to 1 crore, 1 കോടി വരെയുള്ള വാല്യൂ വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോറത്തിൽ പോകാം? ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക് പോകാം. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 1 crore, 1 കോടിയിൽ കൂടുതലും എന്നാൽ 10 കോടിയിൽ താഴെയുമാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം? സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് പോകാം. ഇനി 10 കോടിക്കും മുകളിലാണ് നിങ്ങളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ എങ്കിൽ മാത്രമേ നിങ്ങൾ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ? നാഷണൽ കമ്മീഷനിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. സോ ഈ എമൗണ്ടും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 1986 എമൗണ്ടുമായിട്ട് ഇതിന് ഡിഫറൻസ് ഉണ്ട്. സോ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഡിസ്ട്രിക്ട് ഫോറത്തിൽ 1 കോടി വരെയുള്ള കേസുകൾ, 1 കോടി മുതൽ 10 കോടി വരെയുള്ളത് സ്റ്റേറ്റ് കമ്മീഷനിലും 10 കോടിക്ക് മുകളിലുള്ളത് നാഷണൽ കമ്മീഷനിലുമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് December 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. Which of the following is not correct according to the Consumer Protection Act? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണെന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. So let's start with the first point. District forum shall consist of a lady social worker. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏത് ഫോറം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്മീഷൻ ആണെങ്കിലും നിർബന്ധമായിട്ടും അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? സോ യെസ്, സോ ലേഡി സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന പോയിന്റ് ഉറപ്പായിട്ടും ശരിയാണ്. ആ വ്യക്തിക്ക് സോഷ്യൽ വർക്കുമായിട്ട് ആ ഒരു ഏരിയയിൽ പ്രാവീണ്യമുള്ള വ്യക്തിയായിരിക്കും. സോ എ തീർച്ചയായിട്ടും ശരിയായ പോയിന്റ് ആണ്. വാട്ട് അബൌട്ട് ബി? സ്റ്റേറ്റ് കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ ദ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. സ്റ്റേറ്റ് കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? ഹൈക്കോർട്ട് ജഡ്ജോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയോ ആണ്. സോ ബിയും ശരിയാണ്. സി, ഡിസ്ട്രിക്ട് ഫോറം ഷാൽ കൺസിസ്റ്റ് ഓഫ് 4 members. ഡിസ്ട്രിക്ട് ഫോറത്തിൽ എത്ര മെമ്പേഴ്സ് നമുക്കാകാമേ? നോട്ട് ലെസ് ദാൻ 2 members എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ ഈ ഒരു പോയിന്റ് നമുക്ക് ശരിയാണെന്ന് പറയാമോ? നോ, വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് പോയിന്റ്? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ശരിയല്ലേ? സുപ്രീം കോർട്ടിന്റെ ജഡ്ജായ വ്യക്തിയോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയോ ആയിരിക്കണം നാഷണൽ ഡിസ്പ്യൂട്ട് കൗൺസിലിന്റെ റിഡ്രസൽ കമ്മീഷന്റെ
പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റേറ്റ് ആണെങ്കിൽ വിച്ച് ഇസ് ഹൈക്കോർട്ട്. നമ്മൾ ഓൾറെഡി ഓപ്ഷൻ ബിയിൽ അത് ഡിസ്കസ് ചെയ്തു. സോ ഇതിൽ ഒരൊറ്റ ഓപ്ഷനെ തെറ്റായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവർ കറക്റ്റ് ഓപ്ഷൻ വിച്ച് ഇസ് ഓപ്ഷൻ സി. ഡിസ്ട്രിക്ട് ഫോറം ഷാൽ കൺസിസ്റ്റ് ഓഫ് not less than 2 members. 2 മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് അബൌട്ട് 4 members. 4 മെമ്പേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് നാഷണൽ കമ്മീഷനിലായിരുന്നു. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സി, ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അത് വർക്ക് ചെയ്യുന്നത് അതിന് ചുറ്റുമുള്ള സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലേ. അതൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി ധാരാളം റിസോഴ്സസ് അതിന് വേണം അല്ലേ. നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് വേണം, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് വേണം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതല്ലേ നമ്മൾ പൊതുവെ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുക. സോ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് കിട്ടുന്നത് അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ആ എൻവയോൺമെന്റിനോട് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആർക്കുമുണ്ട്? ആ കോർപ്പറേറ്റിനുണ്ട്. സോ അതിൻ്റെ ഒരു പ്രാമുഖ്യം കണക്കാക്കിയിട്ടാണ് CSR ആക്ടിവിറ്റീസിന് പ്രാധാന്യം കമ്പനീസ് ആക്ട് 2013 മുതൽ കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, സോ നമുക്കറിയാം കമ്പനീസ് ആക്ട് 2013 പ്രകാരം നിർബന്ധമാണ് ചില കമ്പനികൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 2% നിർബന്ധമായിട്ടും CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് അവിടെ ഒരു നിബന്ധനയാണ്. ഓക്കെ, ഇനി ആരോടൊക്കെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം ഒരു കമ്പനിക്ക്? തീർച്ചയായിട്ടും അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് ഉണ്ടായിരിക്കണം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടും വർക്കേഴ്സിനോടും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനോടോ കസ്റ്റമേഴ്സിനോടോ ഉണ്ടായിരിക്കണം, ദെൻ ഗവൺമെൻറ്റിനോടും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനോടും ഉണ്ടായിരിക്കണം, ലോക്കൽ കമ്മ്യൂണിറ്റിയോടും ഉണ്ടായിരിക്കണം, എൻവയോൺമെൻറ്റിനോടും ഉണ്ടായിരിക്കണം, ആസ് എ ഹോൾ ജനറൽ പബ്ലിക്കിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. സോ ഒരു നല്ല കമ്പനി അല്ലെങ്കിൽ നല്ലൊരു കോർപ്പറേറ്റിന് ഈ പറയുന്ന എല്ലാ വ്യക്തികളോടും അല്ലെങ്കിൽ ഈ ഉൾപ്പെടുന്ന എല്ലാ എൻവയോൺമെൻറ്റിനോടും ഒരു ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മോഡൽസുകളാണ്. സോ പോപ്പുലർ മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിച്ച് ഇസ് അക്കമൻ മോഡൽ, പ്രസ്റ്റൺ ആൻഡ് പോസ്റ്റ് മോഡൽ, കാരോസ് 4-part മോഡൽ. ഈ 3 മോഡലും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് കാരോസ് 4-part മോഡൽ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരോൾ 4-part മോഡലിനെ കുറിച്ചിട്ടായിരിക്കും. സോ ഓരോ മോഡലും, ഓരോ CSR മോഡലും CSR ആക്ടിവിറ്റീസിനെ കുറിച്ച് അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് അക്കർമാൻ്റെ പെർസ്പെക്റ്റീവിലും പ്രസ്റ്റൺ ആൻഡ് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കരോൾ പറഞ്ഞിരിക്കുന്ന മോഡലാണ് വിച്ച് ഇസ് 4-part മോഡൽ. സോ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് 4 ഭാഗങ്ങൾ അല്ലെങ്കിൽ 4 പാർട്ടായിട്ട് അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വന്നത് 1979-ലാണ്. സോ ഇൻ 1979 R.K. Carroll tried to combine the philosophical ideas of social responsibility and the earlier models of social responsiveness. So ഈ കരോൾ 4-part മോഡൽ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അക്കർമാൻ മോഡലിനും പ്രസ്റ്റൺ ആൻഡ് പോസ്റ്റ് മോഡലിനും ശേഷം വന്നതാണ്. സോ ഈ മോഡൽസിൽ ഉണ്ടായിരുന്ന കുറവുകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരോൾസ് 4-part മോഡൽ ഫോർമുലേറ്റ് ചെയ്തത്. സോ ഈ മോഡൽ അനുസരിച്ച് അദ്ദേഹം റെസ്പോൺസിബിലിറ്റിയെ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി. സോ ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആണ് അദ്ദേഹം ബേസ് ലെവലായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ ഇക്കണോമിക്, നിങ്ങൾ നിർബന്ധമായിട്ടും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണം, ബി പ്രോഫിറ്റബിൾ, ഒബേ ദ ലോ, നമ്മൾ നിയമം തീർച്ചയായിട്ടും പാലിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എത്തിക്കലായിരിക്കണം, ആൻഡ് ഫൈനലി ബി എ ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺ എന്നുള്ളതാണ് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അദ്ദേഹം ഈ ഓരോ റെസ്പോൺസിബിലിറ്റി കൊണ്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരവരുടെ പ്രൊഡക്ട്സോ സർവീസസോ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? തീർച്ചയായിട്ടും അവർക്കൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റില്ല. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നതായിരിക്കണം തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ് കരോൾ പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? പ്രോഫിറ്റ് ആയിരിക്കണം. പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാക്കാം അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയായിരിക്കണം അവരുടെ ഒന്നാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്തുകൊണ്ട് പ്രോഫിറ്റ് ആയിരിക്കണം അവരുടെ മേജർ മോട്ടീവ് നമ്മൾ പറയുന്നത്? പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന CSR ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് അവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു CSR ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് പുറമെ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വിതൗട്ട് പ്രോഫിറ്റ് ദ കമ്പനി വുഡ് നോട്ട് ബി ഏബിൾ ടു പേ their workers, employees and will lose their jobs even before the company starts CSR ആക്ടിവിറ്റി. സോ പ്രോഫിറ്റ് അല്ല അവരുടെ മോട്ടീവ് എങ്കിൽ CSR ആക്ടിവിറ്റീസ് എത്തുന്നതിന് മുമ്പേ അവർ ബിസിനസ് വൈൻഡപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ബിക്കോസ് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനും അല്ലെങ്കിൽ വർക്കേഴ്സിനും ഒക്കെ കൃത്യമായിട്ടുള്ള സാലറീസും വേജസും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ അവരുടെ സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയലോ ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് സാധിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആകണം എന്നുള്ളത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് വളരെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിന് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആയിരിക്കണം, ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അവരുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ അഡീഷണലി ദിസ് ഓൾസോ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ കമ്പനീസ് ഡ്യൂട്ടി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ നീഡഡ് ഓർ വാണ്ടഡ് ബൈ ദ കസ്റ്റമേഴ്സ് അറ്റ് എ റീസണബിൾ പ്രൈസ്. ഇനി പ്രോഫിറ്റ് നിങ്ങൾ ഏൺ ചെയ്യണം എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണെങ്കിൽ പോലും ഈ നമ്മുടെ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അവർക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്ത് നമ്മളൊരു നോമിനൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ലെവൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ദ സെക്കൻഡ് ലെവൽ ഇസ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇക്കണോമിക്കൽ ആയിരിക്കണം, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എയിം. എങ്കിലും രണ്ടാമതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒന്ന് എന്താണ്, ഈ പ്രോഫിറ്റ് നിങ്ങൾ ഏൺ ചെയ്യുമ്പോഴും നിയമപരമായി നിങ്ങൾ പാലിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആസ് പെർ കരോൾ. ഓക്കെ, അതായത് നമ്മൾ നിയമം പറയുന്ന നമുക്കറിയാം ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ടുന്ന പല ആക്ടുകളുണ്ട് അല്ലെങ്കിൽ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, കോമ്പറ്റീഷൻ ആക്ട് പോലെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവർ അമാൽഗമേഷനോ മെർജേഴ്സോ അങ്ങനെയുള്ള എന്തിനെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ലീഗലിയും അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ, so the second level of pyramid is the business legal obligation to obey the law. This is the most important responsibility out of the fourth level. So ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? എംപ്ലോയ്മെന്റ് ലോസ്, കോമ്പറ്റീഷൻ വിത്ത് അതർ കമ്പനീസ്, ടാക്സ് റെഗുലേഷൻസ്, നിങ്ങൾ ടാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പേ ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഹെൽത്തും സേഫ്റ്റിയും നമ്മൾ ഉറപ്പുവരുത്തണം. അത് സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കമ്പനി ഷുഡ് അഡ്ഹെയർ ടു. സോ ഫെയിലിംഗ് ടു ബി ലീഗലി റെസ്പോൺസിബിൾ ക്യാൻ ബി വെരി ബാഡ് ഫോർ ദ ബിസിനസ്. സോ ബിസിനസ് എത്ര നന്നായിട്ട് പ്രവർത്തിച്ചാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തില്ല എങ്കിൽ അത് ബിസിനസ്സിന് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക അത് വളരെ എത്തിക്കലായിട്ട്, ലൈക്ക് ഈ നമ്മുടെ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ പ്രോഫിറ്റ്, അതായത് അവർക്കൊരു റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നിയമപരമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണം. സോ ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ലെവൽ ഈസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. സോ നമുക്കറിയാം ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളത് നിർബന്ധമായിട്ടും ചെയ്യണം, നിങ്ങളത് ഒബേ ചെയ്യണം, അതൊരു നിബന്ധനയാണ്. നേരെ മറിച്ച് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യല്ല, നിങ്ങളിത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പണിഷ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനെ അത് നിയമപരമായിട്ട് ബാധിക്കുമെന്നൊന്നുമല്ല. പക്ഷേ എത്തിക്കലി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്തിക്കലി ഇൻ ദ സെൻസ് മറ്റൊരാൾക്ക് ഹാം ക്രിയേറ്റ് ചെയ്യാതെ മറ്റൊരാളുടെ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിനെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പറയാം. ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എത്തിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് സെൻസ് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തേർഡ് ലെവൽ പറഞ്ഞിരുന്നത്, വിച്ച് ഇസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. സോ ദ എത്തിക്കൽ ലെയർ ഓഫ് ദ പിരമിഡ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡൂയിങ് ദ റൈറ്റ് തിങ്, ബീയിങ് ഫെയർ ഇൻ ഓൾ സിറ്റുവേഷൻ ആൻഡ് അവോയ്ഡിങ് ഹാം. എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ വളരെ എത്തിക്കലായിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ലെവലിൽ പറഞ്ഞിരിക്കുന്നത്. സോ അൺലൈക്ക് ദ ഫസ്റ്റ് ടു ലെവൽസ്, ദിസ് ഈസ് സംതിങ് ദറ്റ് എ കമ്പനി ഈസ് നോട്ട് ഒബ്ലിഗേറ്റഡ് ടു ഡു. സോ നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളിന്മേൽ ആർക്കും ഇത്
ചുമത്തിത്തരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ എത്തിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് മുമ്പോട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ ഗുഡ് വില്ലൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെയോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകുള്ളൂ എന്നുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പാർട്ടീസും കൂടി ഉണ്ട്. അവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. സോ അവരെയും നല്ല രീതിയിൽ അല്ലെങ്കിൽ അവർക്കുമുള്ള നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ദ കമ്പനി ടു ബി എത്തിക്കൽ as this is not only show their stakeholder that they are moral and just, but people will feel more comfortable purchasing goods and services from that company as well. So നല്ല രീതിയിൽ എത്തിക്കലി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആകുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനും ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ച് അവർക്കും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവർക്കും ഓക്കെ നല്ലൊരു കമ്പനിയാണ് എന്നൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും അവർക്കും ഉണ്ടാകുക. സോ കസ്റ്റമേഴ്സും തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഗുഡ് വില്ലിനെ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നത്. സോ ബീയിങ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി, ട്രീറ്റിംഗ് സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ് പ്രോപ്പർലി ആർ എ ഫ്യൂ എക്സാമ്പിൾ ഓഫ് ബീയിങ് എത്തിക്കലി റെസ്പോൺസിബിൾ. സോ ദാറ്റ് ഇസ് എ തേർഡ് ലെവൽ. So coming to the last level, which is philanthropic responsibility. So philanthropic responsibility എന്ന് പറയുന്നത് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട ആ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഒരു ചെറിയ സ്പേസ് ആണ് നമ്മൾ philanthropic responsibility എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിരമിഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഏരിയ. സോ philanthropic responsibility എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതാണ്. അവർ ഈ പറയുന്ന പോലെ ധാരാളം നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു കമ്പനിയെ കുറിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റുകളെ കുറിച്ച് ധാരാളമായി പറയുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഓക്കെ, നമ്മളൊരു കോർപ്പറേറ്റ് സിറ്റിസൺ ആണ്, അതുകൊണ്ട് നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സൊസൈറ്റിയോട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ലെവലിനെയാണ് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റിയിൽ ഹെറോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ to counterbalance these negatives, they should give back to the community they take from. അല്ലേ, എവിടെ നിന്നാണോ അവർ ഇതെടുത്തത് അവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു നൽകുക എന്നവർ ശ്രമിക്കുന്നതാണ് ഈ പറയുന്ന ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി ഈസ് മോർ ദാൻ ജസ്റ്റ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഹോൾഡ്സ് ട്രൂ ടു ദ കമ്പനീസ് വാല്യൂ ടു ഗീവ് ബാക്ക് ടു ദി സൊസൈറ്റി. സോ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, നമ്മൾ മറ്റൊരാൾക്ക് ഹാം ചെയ്യാതിരിക്കുക, നമുക്ക് പറ്റുന്ന ബെനിഫിറ്റുകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ബെനിഫിഷ്യലായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരോസ് 4 പാർട്ട് മോഡൽ വഴി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ബിസിനസ്സും തീർച്ചയായിട്ടും ഈ 4 ലെവലുകളെയും അല്ലെങ്കിൽ ഈ 4 റെസ്പോൺസിബിലിറ്റിയും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. സോ അക്കോർഡിംഗ് ടു കരോൾസ് പിരമിഡ്, റെസ്പോൺസിബിൾ ബിസിനസ് ഇസ് വൺ വിച്ച് ക്വാളിഫൈസ് ഓൾ ദ ലെവൽസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ബിഫോർ ടേക്കിംഗ് ഫിലാന്ത്രോപ്പി. ഓക്കെ, സോ ആദ്യത്തെ 3 ലെവലുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ 4ാമത്തെ ലെവലിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിരമിഡ് ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, it starts from economic responsibility, legal responsibility, ethical responsibility, and finally philanthropic responsibility. So without fulfilling the other responsibilities, a business cannot sustain. കാരണം തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അത് ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ പിന്നെ ആ ബിസിനസ്സിനൊരു നിലനിൽപ്പില്ല. സോ എങ്ങനെയാണ് അതൊരു ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് അറ്റൈൻ ചെയ്യാൻ പോകുന്നത്? സോ നിർബന്ധമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ അറ്റൈൻ ചെയ്യണം. സോ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഇതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പറയേണ്ട ആക്ടിവിറ്റീസ് ആണ് CSR activities. Okay, corporate social responsibility. So Companies Act 2013 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് CSR ആക്ടിവിറ്റി അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സെക്ഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓർക്കുക, CSR ആക്ടിവിറ്റീസ് ആക്ച്വലി വരുന്നത് ഏത് ലെവലിലാണ്, ഫിലാന്ത്രോപ്പിക് ലെവലിലാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സോ ഈ ഒരു ഡയഗ്രത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു 4 ലെവൽസുകൾ വീണ്ടും കാണാം. ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബി പ്രോഫിറ്റബിൾ, ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് ഓൾ അതേഴ്സ് സെറ്റ്. സോ ഇതിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ഇതിലേക്കാണ് ബാക്കിയുള്ള
അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ് എങ്കിൽ മാത്രമേ ബാക്കി ലെവൽസുകൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Then second level is legal responsibility, that is obey the law, നിയമത്തിനെ പാലിക്കുക എന്നുള്ളതാണ്. Okay, then third level ethical responsibility, that is obligation to do what is right, just and fair, avoid harm, ethically behave ചെയ്യുക. The final level philanthropic responsibility, be a good corporate citizen, that is contribute resources to the community, improve the quality of life. So ഇതാണ് കരോളിൻ്റെ 4 പാർട്ട് മോഡലുകൾ. സോ നിങ്ങൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുമ്പോൾ ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ കരോൾ മോഡൽ ദ 4 ലെവൽസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആർ. സോ ഇവിടെ നിങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു 4 ലെവലുകൾ എന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അത് ഓർഡറിലൊന്നും അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ആ 4 ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓപ്ഷൻ എ ഫിസിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ലീഗൽ. ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, സോഷ്യലും ഒന്നും വരുന്നതല്ല. സോ ഓപ്ഷൻ എ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പം എഗെയിൻ ഫിസിക്കൽ നിങ്ങൾക്ക് കാണാം. സോ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വാട്ട് അബൌട്ട് ഓപ്ഷൻ സി, ഫിലാന്ത്രോപ്പിക്, ഇക്കണോമിക്, ലീഗൽ ആൻഡ് എത്തിക്കൽ. കറക്റ്റ്, നമ്മൾ പഠിച്ച 4 ലെവൽസും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സി ആയിരിക്കാം കറക്റ്റ് ആൻസർ. വാട്ട് അബൌട്ട് ഡി, ഫിലാന്ത്രോപ്പിക്, ഇക്കണോമിക്, സോഷ്യൽ. അവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. സോ സോഷ്യൽ വന്നതുകൊണ്ട് ആ ഒരു പോയിന്റ് which is not correct. So the correct answer for this question is option C, that is philanthropic, economic, legal and ethical. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. സോ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ നമ്മൾ പല തിയറീസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ തിയറീസും ട്രേഡ് പാറ്റേൺ, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ട്രേഡ് തിയറി ആയിരുന്നു മെർക്കന്റലിസം, ആൻഡ് ദാറ്റ് വാസ് മെജർലി ഗിവൺ ബൈ തോമസ് മുൻ. സോ ദാറ്റ് വാസ് ഇൻ ദ ഇയർ ഓഫ് ദ പീരീഡ് ഓഫ് മിഡ് 16th century. സോ മെർക്കന്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് എത്രത്തോളം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് അവരുടെ വെൽത്ത് ആയിട്ട് കണക്കാക്കിയിരുന്നത് ആസ് പെർ മെർക്കന്റലിസം കോൺസെപ്റ്റ്. സോ മെർക്കന്റലിസം ഇസ് എ നാഷണൽ ഇക്കണോമിക് പോളിസി ഡിസൈൻഡ് ടു മാക്സിമൈസ് ദ ട്രേഡ് ഓഫ് എ നേഷൻ ആൻഡ് ടു മാക്സിമൈസ് ദ അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. സോ മേജർ എയിം എന്ന് പറയുന്നത് എത്രത്തോളം ട്രേഡ് അവർക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, അതോടൊപ്പം അവരുടെ വെൽത്ത് എന്നതിനെ കണക്കാക്കിയിരുന്നത് മാക്സിമം ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അക്യുമുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെർക്കന്റലിസത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബുള്ളിയനിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ഗോൾഡ് ആൻഡ് സിൽവർ. ഓക്കെ,
സോ മെർക്കന്റലിസം കോൺസെപ്റ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടി മാക്സിമം എക്സ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ടുകളെ കുറയ്ക്കാനുമാണ് ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇമ്പോർട്ടുകളെ റെസ്ട്രിക്റ്റ് ചെയ്യാനുമായിട്ടാണ് ശ്രമിച്ചിരുന്നത്. എങ്ങനെ നമുക്ക് എക്സ്പോർട്ടുകൾ മാക്സിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? തീർച്ചയായിട്ടും സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വഴി നമുക്ക് എക്സ്പോർട്ടുകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടുകളെ റെസ്ട്രിക്റ്റ് ചെയ്യുവാനോ കുറയ്ക്കുവാനോ ആയിട്ട് നമുക്ക് കോട്ടാസ് അല്ലെങ്കിൽ താരിഫുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഏരിയയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെർക്കന്റലിസം കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് എ സീറോ സം ഗെയിം എന്നാണ്. സോ വൈ, എന്തുകൊണ്ട് ഇതിനെ ഒരു സീറോ സം ഗെയിം എന്ന് പറയുന്നു? കാരണം ഇവിടെ ഒരു രാജ്യം ഗെയിൻ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തിന് ആ ഒരു സിറ്റുവേഷനിൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെർക്കന്റലിസത്തിന് സീറോ സം ഗെയിം എന്ന് പറയാറുണ്ട്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. സോ മെർക്കന്റലിസം കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ്സുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിരുന്ന വീഴ്ചകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആദം സ്മിത്ത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നത്. ഈ ഒരു തിയറി അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്കിലായിരുന്നു. ഓക്കെ, സോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രൊഡക്ടിവിറ്റിക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ കൺട്രി ടു പ്രൊഡ്യൂസ് എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഓർ സർവീസ് ദാൻ കോമ്പറ്റീറ്റേഴ്സ് യൂസിങ് ദ സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ്. സോ ഇവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി എന്തിലാണുള്ളത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസിൽ അതിൻ്റെ കോമ്പറ്റീറ്ററായ രാജ്യത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഗുഡ്സ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഗുഡ്സിനെ ആ പെർട്ടിക്കുലർ രാജ്യം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൺട്രി എപ്പോഴും എന്തിനു ശ്രമിക്കണം? അവിടുന്ന് മാക്സിമം എക്സ്പോർട്ടുകൾ, ആ ഒരു പ്രൊഡക്റ്റ് അവർ മാക്സിമം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് അവർക്ക് ധാരാളം പ്രൊഡക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ സാധിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസുകൾ മാക്സിമം ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ട്രേഡ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി, ആ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. പ്രൊഡക്ടിവിറ്റി ഡിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റൊരു രാജ്യവുമായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഡിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ട്രേഡ് തീരുമാനിക്കാൻ എന്നാണ് പറയുന്നത്. സോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും? എവിടെയാണോ ആ ഒരു രാജ്യത്തിന് കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഏതൊരു ഗുഡ്സ് ആൻഡ് സർവീസിന്മേലാണ് ആ ഒരു രാജ്യത്തിന് അതിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വിച്ച് അതർ കൺട്രീസ് ആർ മോർ പ്രൊഡക്റ്റീവ് ദാൻ ഇറ്റ് ഇസ്. സോ അതിനെ ആ പെർട്ടിക്കുലർ കൺട്രിക്ക് എന്തിലാണോ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ കോമ്പറ്റീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവുള്ളത്, ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസിനെ വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കാൻ. സോ ഇവിടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് തീരുമാനിക്കുന്നത് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് സം ഗെയിം ആയിട്ടാണ്. നമ്മൾ തൊട്ട് മുമ്പ് മെർക്കന്റലിസത്തിന് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറഞ്ഞു. കാരണം അവിടെ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യം ഗെയിൻ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തിനവിടെ ലോസ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ രണ്ടു പേർക്കും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ നമ്മളിതിനെ പോസിറ്റീവ് സം ഗെയിം എന്ന് വിളിക്കുന്നു. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 2 തിയറീസ് മാത്രമാണ്. ധാരാളം തിയറീസ് ഉണ്ട്. ഈ ഓരോ തിയറിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇനിയും നിങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അസംഷൻസ് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് പഠിക്കണം. സോ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ വളരെ പ്രധാനപ്പെട്ട 2 തിയറീസ് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന മറ്റ് ചില കാര്യങ്ങൾ, ഓരോ തിയറിയും അത് പ്രൊപ്പോണ്ട് ചെയ്ത എക്കണോമിസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ മെർക്കന്റലിസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വിച്ച് വാസ് ബൈ തോമസ് മൺ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആദം സ്മിത്ത്. തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഡേവിഡ് റിക്കാർഡോ. സോ ആ ഒരു പേരും പ്രത്യേകം ഓർത്ത് വയ്ക്കുക. തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡേവിഡ് റിക്കാർഡോ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ് ആദം സ്മിത്തുമായിട്ട് കണക്ട് ചെയ്ത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇസ് റിലേറ്റഡ് ടു ഡേവിഡ് റിക്കാർഡോ. ഹെക്സ്റ്റർ-ഓഹ്ലിൻ തിയറി, ദറ്റ് ഇസ് ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്, വിച്ച് വാസ് ബൈ എലി ഹെക്സ്റ്റർ ആൻഡ് ബെർട്ടി ഓഹ്ലിൻ. ദെൻ നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ദറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ മൈക്കിൾ പോർട്ടർ. ഓക്കെ, സോ ഈ മൈക്കിൾ പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നിങ്ങൾ മാർക്കറ്റിങ്ങിലും ഒക്കെ തന്നെ പഠിക്കുന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. സോ ഒരു ടോപ്പിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ തിയറീസ് എല്ലാം തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ലാസ്റ്റ് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെപ്റ്റംബർ 2020 ചോദിച്ചിരുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണിത്. സോ ലിസ്റ്റ് 1 തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഗ്ലോബൽ ട്രേഡ്, നമുക്ക് ട്രേഡ് തിയറീസുകൾ തന്നിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 2 അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്കണോമിസ്റ്റിന്റെ പേരും തന്നിട്ടുണ്ട്. സോ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്,
factor endowment theory, national competitive advantage, comparative cost advantage. List 2, Michael Porter, David Ricardo, Heckscher and Oakley, Adam Smith. So the first one, absolute cost advantage. Absolute cost advantage ആരുമായിട്ട് related ആണ്, which is actually related to Adam Smith. So A4. So actually A4 ഉള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. So നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് ആ ഒരു ഒറ്റ ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ വരാമായിരുന്നു. Even though നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ചെക്ക് ചെയ്യാം. Factor endowment theory is related to Heckscher and Oakley. So B3. Then C, national competitive advantage is related to Michael Porter. And D, comparative cost advantage theory is related to David Ricardo. So A4, B3, C1 and D2. So the correct answer for this question is option A. So again, December 2020, June 2021 cycle, 25th 11/2021, shift 1 ചോദിച്ച question ആണിത്. Again, ഇത് international trade theories ൽ നിന്നുള്ളൊരു match the following ആണ്. List 1 propounders-നെ തന്നിട്ടുണ്ട്, list 2 international trade theories-ഉം തന്നിട്ടുണ്ട്. So let's start with the theories. Theory of absolute advantage. Theory of absolute advantage നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ആദം സ്മിത്തുമായിട്ട് മാച്ച് ചെയ്യാം. So C1 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? യെസ്. So C1 അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ചെക്ക് ചെയ്യാം. Then factor endowment theory, which is actually related to Heckscher-Oakley theory. So 2, which is related to D. So D2 ആയിരിക്കും അടുത്ത ഓപ്ഷൻ വന്നിട്ട്. Then next we have theory of comparative advantage and theory of competitive advantage. Ricardoയും നമുക്ക് തന്നിട്ടുണ്ട് and Michael Porterും തന്നിട്ടുണ്ട്. So you can actually connect theory of comparative advantage with David Ricardo, that is A3. Okay, A3. And finally, Michael Porter നമുക്ക് ആരുമായിട്ട് connect ചെയ്യാം, which is related to theory of competitive advantage. So B4. So A3, B4, C1 and D2. So the correct answer for this question is option B. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. സോ IMF ആൻഡ് വേൾഡ് ബാങ്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ്. ഓക്കെ, സോ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടന്നത് 1944 ആൻഡ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടക്കുവാനുള്ള കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ ഇന്റർനാഷണലി ഉള്ള മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഒക്കെ എൻറ്റയർലി കൊളാപ്സ്ഡ് ആയിരുന്നു. സോ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും അതിനൊന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ഹെൽഡ് ചെയ്തിരുന്നത്. ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് വാസ് ഹെൽഡ് ഇൻ 1944. ആൻഡ് ഈ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ദാറ്റ് വാസ് എറ്റ് മൗണ്ട് വാഷിംഗ്ടൺ ഹോട്ടൽ സിറ്റുവേറ്റഡ് ഇൻ ബ്രിട്ടൻ വുഡ്സ്. അതുകൊണ്ടാണ് ഇതിനെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നമ്മൾ വിളിക്കാറ്. ന്യൂ ഹാംസ്പെയർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ഹെൽഡ് ചെയ്തിരുന്നത്. അതിൽ ടോട്ടൽ 45 അലൈഡ് നേഷൻസ് ഉൾപ്പെട്ടിരുന്നു ഈ ഒരു കോൺഫറൻസിന്മേൽ. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ടാണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അല്ലെങ്കിൽ രണ്ട് ഓർഗനൈസേഷൻസ് രൂപം കൊണ്ടു. നമ്മളതിനെ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്, വിച്ച് ഇസ് IMF ആൻഡ് IBRD. സോ ബ്രിട്ടൻ വുഡ് ട്വിൻസ് ഏതാ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഓർക്കുക, വിച്ച് ഇസ് IMF ആൻഡ് IBRD. സോ വാട്ട്സ് ദ പർപ്പസ് ഓഫ് IMF? IMFിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു BOPയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ BOPയിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റും കാര്യങ്ങളെയും ഒക്കെ ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടാണ് IMF രൂപീകരിക്കപ്പെട്ടത്. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ആയിട്ടുള്ള ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു IMFിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. സോ IMF എന്ന് രൂപീകരിക്കപ്പെട്ടു, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ major function എന്തായിരുന്നു? which is to provide short term and medium term loans and help the countries to design policy programs to solve BOP problems. So BOPയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇഷ്യൂസുകൾ സോൾവ് ചെയ്യാനായിട്ട് IMF ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ IMFിൻ്റെ മെയിൻ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗിവിംഗ് മോർ ഫോക്കസ് ടു ക്രിയേറ്റിംഗ് എ മോണിറ്ററി കോപ്പറേഷൻ. രാജ്യങ്ങൾ തമ്മിലൊരു മോണിറ്ററി കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് വെൻ കംസ് ടു IMF, when comes to IBRD എന്ന് പറഞ്ഞാൽ which is International Bank for Reconstruction and Development. So IBRDയും ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒന്നാണ്.
നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത IMF പ്രാധാന്യം കൊടുത്ത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസിനാണെങ്കിൽ IBRD കൂടുതലും കൊടുക്കുക ലോങ് ടേം ലോൺസുകളാണ്. ആൻഡ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ടു റെഡ്യൂസ് ദ പോവർട്ടി, രാജ്യമെമ്പാടുമുള്ള പോവർട്ടി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു IBRDയുടെ മെയിൻ ഫംഗ്ഷൻ. ആൻഡ് ടു ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതുമായിരുന്നു ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സോ IBRD സപ്പോർട്ട്സ് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് മിഷൻ ബൈ പ്രൊവൈഡിംഗ് ലോൺസ്, ഗ്യാരണ്ടീസ്, റിസ്ക് മാനേജ്മെന്റ് പ്രൊഡക്ട്സ് ആൻഡ് advisory services to middle income and credit worthy low income countries. So വേൾഡ് ബാങ്ക് എങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ടും ഫെസിലിറ്റീസും അല്ലെങ്കിൽ മറ്റ് സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുക, വിച്ച് ഇസ് ആക്ച്വലി ടു ദിസ് ലോ ഇൻകം, ക്രെഡിറ്റ് വർത്തി ലോ ഇൻകം കൺട്രീസിനും അതുപോലെ തന്നെ മിഡിൽ ഇൻകം കൺട്രീസിനുമാണ് IBRD ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ എന്താണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ 5 കാര്യങ്ങളെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് IBRD, വിച്ച് ഇസ് ഫോർമുലേറ്റഡ് ഇൻ 1944 അല്ലേ, 1944 നമ്മൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് വെച്ചത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് IBRD രൂപം കൊണ്ടത്. ദെൻ ഇൻ 1956 IFC, 1960 IDA, 1966 ICSID ആൻഡ് 1988 മിഗ ഫോം ചെയ്തത്. സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ 5 ഓർഗനൈസേഷൻസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇയർ കൂടി നിങ്ങൾ ആ കൂടെ തന്നെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത്രയും നമ്മൾ പഠിച്ച ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റൻ ആണിത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ദ ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റ് വാസ് സൈൻഡ് ബൈ ദ ഡെലിഗേറ്റ്സ് ഫ്രം 44 നേഷൻസ് വിച്ച് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IMF. സോ ഏത് വർഷമാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് രൂപീകരിക്കപ്പെട്ടത്? ദറ്റ് വാസ് ഇൻ 1944. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. Second question, that was in December 2018 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് റിസൾട്ടഡ് ഇൻ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടത് ഏതൊക്കെയാണ്? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഓർഗനൈസേഷനെയാണ്. IMF and IDA, IBRD and IFC, IDA and ADB, finally IMF and IBRD. So the correct answer for this question is option D. Again, June 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്. Which among the following institution is not a part of വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്തത്. നമ്മൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പാർട്ടായിട്ടുള്ളൊരു 5 ഓർഗനൈസേഷനെ കണ്ടു. എന്നാൽ ഇതിൽ ഏതാണ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA, which is a part of വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു ഭാഗമാണോ? തീർച്ചയായിട്ടും അല്ല, അല്ലേ? ദെൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, വിച്ച് ഇസ് IFC, അതെ IFC ഒരു പാർട്ടാണ്. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി മിഗായും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാണ്. സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പാർട്ട് അല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ ഒരേ ഒരു ആൻസർ വിച്ച് ഇസ് IMF. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി IMF. ഈ റീസെന്റ് നടന്ന എക്സാമിനും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ ഡിസംബർ 2020, ജൂൺ 2021 സൈക്കിളിൽ 25/11/2021 ഷിഫ്റ്റ് 1 ഇതേ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF വരുമോ? ഇല്ല. സോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തതിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ യെസ്, സോ ബി ഇല്ല, അതായത് IMF ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് മനസ്സിലായെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം. എയും ബി ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷനുള്ളൂ, വിച്ച് ഇസ് ഓപ്ഷൻ ഡി. എനിവേ, സി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതിന്റെ ഒരു ഭാഗമാണോ? അല്ല. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, തീർച്ചയായിട്ടും അതെ. IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷനും തീർച്ചയായിട്ടും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. സോ എ വരും, ബിയും സിയും വരത്തില്ല. ദെൻ ഡി ആൻഡ് ഡി. സോ AD is the correct answer, which is option D. So option D is the correct answer for this question. So the next important topic is regional trade agreements. So trade agreements നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ്, which includes South Asian Association for Regional Cooperation, which is SAARC, the Association of Southeast Asian Nation, which is ASEAN, then European Union, which is EU, then North American Free Trade Agreement, which is NAFTA.
സോ ഈ എഗ്രിമെൻറ്റ്സ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. എന്നാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇതിനുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്കതിൽ വളരെ പ്രധാനപ്പെട്ട ആസിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ആസിയൻ ഇസ് ആക്ച്വലി ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ ഒരു എഗ്രിമെൻറ്റ്, അവർക്കിടയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ആസിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 8 ഓഗസ്റ്റ് 1967. ഓഗസ്റ്റ് 8, 1967 ആസിയൻ രൂപീകരിക്കപ്പെട്ടത്. ആൻഡ് ദാറ്റ് വാസ് ഇൻ ബാങ്കോക്ക്, വിച്ച് ഇസ് ഇൻ തായ്ലൻഡ്. ഓക്കെ, സോ ആസിയൻ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു 5 മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആസിയൻ രൂപീകരിക്കപ്പെട്ടത്. സോ അവരെ നമ്മൾ ഫൗണ്ടിങ് മെമ്പർ അല്ലെങ്കിൽ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ആസിയൻ എന്ന് പറയും. വിച്ച് ഇൻക്ലൂഡ്സ് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഈ 5 നേഷൻസ് ആണ് ആ ആസിയൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് പലപ്പോഴായിട്ട് മെമ്പേഴ്സ് കൂടി. ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ ആസിയനിലുള്ളത് 10 മെമ്പേഴ്സാണ്. ഓക്കെ, ആൻഡ് ആരൊക്കെയാണ് ആ 10 മെമ്പേഴ്സ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വിച്ച് ഇൻക്ലൂഡ്സ് ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ദ ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് ആൻഡ് വിയറ്റ്നാം. സോ ഏത് എഗ്രിമെൻ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ആ ഓരോ എഗ്രിമെൻറ്റിലും ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് സൗത്ത് ഈസ്റ്റേൺ നേഷൻസ് തമ്മിൽ? സോ ഇറ്റ് വാസ് ആക്ച്വലി ടു ക്രിയേറ്റ് ഓർ പ്രൊമോട്ട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി. പൊളിറ്റിക്കൽ അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, പല രാജ്യങ്ങൾ കൂടുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടായിരുന്നു ആസിയൻ രൂപീകരിക്കപ്പെട്ടത്. ആൻഡ് അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് 1 വിഷൻ 1 ഐഡൻറ്റിറ്റി 1 കമ്മ്യൂണിറ്റി. സോ മോട്ടോ ഒക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 1 വിഷൻ 1 ഐഡൻറ്റിറ്റി 1 കമ്മ്യൂണിറ്റി. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആസിയൻ രൂപീകരിക്കപ്പെട്ടത് ഓഗസ്റ്റ് 8 അതുകൊണ്ട് തന്നെ 8 ഓഗസ്റ്റിനെ നമ്മൾ ആസിയൻ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് ജാർക്കാത്തയിലാണ്. ദാറ്റ് വാസ് ഇൻ ഇന്തോനേഷ്യ. സോ ഏതൊരു എഗ്രിമെൻറ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ളിലുള്ള മെമ്പേഴ്സ്, എന്ന് രൂപീകരിക്കപ്പെട്ടു, അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് എഗ്രിമെൻറ്റ്, ഇപ്പോൾ സാർക്ക് ആണെങ്കിലും നാഫ്ത ആണെങ്കിലും ഏതാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നിർബന്ധമായിട്ടും അതിൻ്റെ മെയിൻ പേർപ്പസ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. വിച്ച് വാസ് ഇൻ സെപ്റ്റംബർ 2020. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആസിയൻ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? സോ ആസിയൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, സിംഗപ്പൂർ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ, ഇന്തോനേഷ്യ. ജാർക്കാത്തയിൽ ഇന്തോനേഷ്യയിലാണ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കൊമേഴ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. സോ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് മുമ്പ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ടോപ്പിക്സിൽ നിന്നെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. സോ ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.